സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഭഗവാനെ, ഇന്ന് വളരെ പുണ്യമായ ദിവസമാണ്. ഭഗവാന്റെ ജന്മ ഡേറ്റാണ്, ബർത്ത് ഡേറ്റാണ് ഇന്ന്. ഫെബ്രുവരി 18. ആ ദിവസം നമുക്കിങ്ങനെ പറയാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് വചനാമൃതം വോള്യം 1 ഭാഗം 14. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് നോക്കട്ടെ, പറഞ്ഞു നിർത്തിയതിൻ്റെ ഭാഗം ബൽറാം ബസുവിൻ്റെ അച്ഛനും ആയിട്ടുള്ള സംഭാഷണമാണ് അത്. ഈ അധ്യായം വരുമ്പോൾ നമ്മളിപ്പോൾ ഈ അധ്യായത്തിലും അത് തുടരുകയാണ്. അതായത് 7-ാം അധ്യായത്തിലും അത് തുടരുകയാണ്. ബൽറാം ബസുവിൻ്റെ അച്ഛനുമായിട്ടുള്ള സംഭാഷണം ഭഗവാന്റെ. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ആ സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നോക്കിയത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അത് വരുന്നത് ദക്ഷിണേശ്വരത്ത് 1883 ഒക്ടോബർ 16 ചൊവ്വാഴ്ച. ദക്ഷിണേശ്വരത്ത് അശ്വിനലക്ഷ്മി പൂർണിമ. രാഖാൽ ബലരാമൻ്റെ അച്ഛൻ വേണിപാലൻ മാസ്റ്റർ, മണിമല്ലികൻ, ഈശാനൻ, കിശോരി ഗുപ്തൻ മുതലായവരുടെ കൂടെ ഭഗവാൻ ഇരിക്കുന്നു. അതായത് ആ കഴിഞ്ഞ തവണ ആ ഇരുന്നവരുടെ ഒപ്പം തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇന്നത്തെ ഒരു വിശേഷം എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം രാമായണത്തെക്കുറിച്ച് ഭഗവാൻ ഒരു സൂചന നൽകുന്നതാണ്. രാമായണത്തെക്കുറിച്ചുള്ളൊരു സൂചന. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ആ സംഭാഷണത്തിനിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം രാമായണത്തെക്കുറിച്ചുള്ള ഭഗവാന്റെ ആ ഒരു സൂചനയാണ്. അപ്പോൾ അത് 8-ാം അധ്യായത്തിലാണ് അത് കടന്നു വരുന്നത്. അപ്പോൾ ഭഗവാൻ സംഭാഷണത്തിനിടയിൽ പറയുന്ന ഒരു ഭാഗം, നിങ്ങൾ സംസാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് എന്തിന് ഭയപ്പെടുന്നു? രാമൻ ലോകം ത്യജിക്കാൻ ആലോചിച്ചപ്പോൾ ദശരഥൻ വ്യാകുലനായി വസിഷ്ഠനെ ശരണം പ്രാപിച്ചു. അപ്പോൾ വസിഷ്ഠൻ രാമനോട് പറഞ്ഞു, രാമ, അങ്ങ് എന്തിനാണ് ലോകം വെടിയാൻ പോകുന്നത്? വസിഷ്ഠൻ രാമനോട് ചോദിച്ചു, രാമ, അങ്ങ് എന്തിനാണ് ലോകം വെടിയാൻ പോകുന്നത്? ലോകം എന്നുദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ അയോധ്യയിലെ ജീവിതത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അവിടെ അയോധ്യയിൽ ഒരു രാജാവായിട്ട് ആ ഇഹലോക കർത്തവ്യങ്ങളിൽ നിന്ന് എന്തിന് വിരമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ഭാഗമാണ്. അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ബൽറാം ബസുവിൻ്റെ അച്ഛനോട് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, ബൽറാം ബസുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവ ഭക്തനാണ്. അതായത് വൈഷ്ണവ ഭക്തൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ നിഷ്ഠാഭക്തനാണ്. യാതൊരു കാരണവശാലും മറ്റൊരു തരത്തിലുള്ള ഈശ്വരീയ സങ്കല്പങ്ങളെയും
ഒരു തരത്തിലും സ്വീകരിക്കാത്ത ആളാണ്. പൂർണ്ണമായും വൈഷ്ണവ സങ്കല്പത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ആളാണ് ബലറാം ബസുവിൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എല്ലാം സ്വത്തുവകകളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അതൊക്കെ മറ്റാളുകൾക്ക് വിട്ടുകൊടുത്തിട്ട് വൃന്ദാവനത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ കൽക്കട്ടയിൽ വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ ഒക്ടോബർ മാസം എല്ലാ കൽക്കട്ടയിലുള്ള എല്ലാ കൽക്കട്ട സ്വദേശികളെല്ലാം നാട്ടിൽ തിരിച്ചെത്തും. കാരണം അതാണ് ദുർഗാപൂജയുടെ സമയമാണ്. അപ്പോൾ ദുർഗാപൂജയ്ക്ക് എല്ലാവരും തിരിച്ചെത്തും. നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഓണത്തിനൊക്കെ എല്ലാവരും വരുമായിരുന്ന പോലെ ഇപ്പം ആരും അങ്ങനെയൊന്നുമില്ല. പണ്ട് ഓണം ഒരു പ്രധാന ഘടകമാകുമ്പോൾ എല്ലാവരും നാട്ടിൽ അമ്മയും അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പതിവുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ബംഗാളികൾക്ക് അത് ഇപ്പോഴും ഈ 2026 കണക്കെടുത്താൽ പോലും അവരെല്ലാം കൃത്യമായി അവരുടെ ആ ദുർഗാപൂജയ്ക്ക് അവിടെ വീടുകളിൽ വരുന്നു, അവിടെ ബന്ധുക്കളുമായിട്ടെല്ലാം ഒത്തുകൂടുന്നു. മിക്കവാറും ഓരോ സ്ട്രീറ്റിനും ഇടയിലൊക്കെ വലിയ പന്തൽ കെട്ടി കാളി വിഗ്രഹം, ആ വലിയ ശില്പം, കാളി ദേവിയുടെ വലിയ ശില്പം നിർമ്മിച്ച് പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നവരാത്രി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അത് വചനാമൃതത്തിലുടനീളം ആ നവരാത്രി ആഘോഷങ്ങളുടെ ഓരോരോ ഘട്ടങ്ങൾ ഭഗവാൻ തന്നെ പല സന്ദർഭങ്ങളിലും പങ്കെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അതുപോലുള്ളൊരു സന്ദർഭത്തിലാണ് ഇത്. അപ്പോൾ അതിനുവേണ്ടി ബലറാം ബസുവിൻ്റെ അച്ഛൻ വൃന്ദാവനത്തിൽ നിന്ന് വന്ന സമയത്താണ് ഭഗവാനെ വന്ന് കണ്ട് ഈ സംഭാഷണം നടത്തുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ബലറാമിൻ്റെ അച്ഛനോട് പറയുന്നത് തൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് എന്താണെന്ന് ആർക്കാണ് അറിയാൻ കഴിയുന്നത്. ആ സംഭാഷണത്തിൻ്റെ ഒരു തുടർച്ചയാണത്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ അത് പറയാൻ കാരണം പറയുന്നതിൻ്റെ ഒരു സാഹചര്യം വരുന്നത്, അതെ, ശ്രീരാമകൃഷ്ണദേവൻ ഈ നിഷ്ഠാഭക്തിയെക്കുറിച്ച്, അതിന് തൊട്ട് മുമ്പ് നിഷ്ഠാഭക്തിയെക്കുറിച്ചും ഗോപികമാരെക്കുറിച്ചും മധുരയിൽ ചെന്നപ്പോൾ അവർ തലയെക്കെട്ട് കിട്ടിയ കൃഷ്ണനെ കണ്ട് വേഗം മൂടുപടം കൊണ്ട് മറച്ച കാര്യമൊക്കെ തൊട്ടു മുമ്പ് പറയുന്നുണ്ട്. അതായത് മധുരയിൽ ഗോപികമാർ ചെന്നപ്പോൾ തലപ്പാവ് വെച്ച അല്ലെങ്കിൽ കിരീടം വെച്ച കൃഷ്ണനെ കണ്ടപ്പം ഗോപികമാർ മൂടുപടം കൊണ്ട് മുഖം മറച്ചു. കാര്യം അവർക്ക് അങ്ങനെയുള്ളൊരു രൂപം അന്യമായിരുന്നു. അവർക്ക് അവരുടെ പീലിത്തിരുമുടി, ആ മുടിയിൽ പീലി ചൂടിയ വൃന്ദാവനത്തിലെ കണ്ണനെ മാത്രമേ ഗോപികമാർ സ്വീകരിക്കുകയുള്ളൂ. വേറെ ഒരു രൂപവും അവർ സ്വീകരിക്കില്ല. ഇത് അങ്ങനെ പറയാൻ കാരണം അതാണ്, ആ അവസ്ഥയിലുള്ള നിഷ്ഠാഭക്തിയാണ് ബലറാം ബസുവിൻ്റെയൊക്കെ അച്ഛനെ പോലുള്ളവർക്കുള്ളത്. അപ്പോൾ ആ ഇത് പറഞ്ഞപ്പോൾ പറയാണ് ഭഗവാൻ ആ സംഭാഷണത്തിനിടയിൽ ശ്രീരാമകൃഷ്ണദേവൻ ബലറാം ബസുവിൻ്റെ അച്ഛനോട് പറഞ്ഞു, ആർക്കറിയാം ബാബു എൻ്റെ ഈ അവസ്ഥ? ഞാൻ കേവല സത്യത്തിൽ നിന്ന് ലീലയിലേക്ക് ഇറങ്ങി വരുന്നു. ഭഗവാൻ ഇവിടെ റിവീൽ ചെയ്യുകയാണ്. തൻ്റെ അവതാരം എന്നുള്ള ആ സങ്കല്പത്തെ റിവീൽ ചെയ്യുന്നുണ്ട്, വളരെ തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ കേവല നിത്യത്തിൽ നിന്ന് ലീലയിലേക്ക് ഇറങ്ങി വരുന്നു, എന്നിട്ട് ലീലയിൽ നിന്ന് വീണ്ടും നിത്യതയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഭഗവാൻ ഉണ്ടാകുന്ന ആ സമാധി അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇത് സൂചിപ്പിച്ചത് ബലറാം ബസുവിൻ്റെ അച്ഛനോട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലീലയിലേക്ക് ഇറങ്ങി വരും, പിന്നെ ലീലയിൽ നിന്ന് വീണ്ടും നിത്യതയിലേക്ക് മാറും. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിതിന് മുമ്പൊരിക്കൽ ഇത് പറഞ്ഞാണ് ഭഗവാന്റെ ഒരു ശ്രീരാമകൃഷ്ണദേവന് ഈ അവതാരത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് അത് പറയുന്നത്. അതായത് ഒരു സമാധിയാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങനെ സമാധിയാവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ സഹസ്രാരത്തിൽ നിന്ന് ആ ആത്മാവ് വിടുതൽ ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അതല്ല, തിരിച്ച് സ്വന്തം കൺട്രോൾ കൊണ്ട് ആ ലീലയിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ആ സംസാരത്തിലേക്ക് തിരിച്ചിറങ്ങി വരാൻ ശ്രീരാമകൃഷ്ണദേവന് കഴിയും. അപ്പം അത് ചിലപ്പോൾ ആരെങ്കിലും അനുയോജ്യരായവർ ഒന്ന് തൊട്ടാൽ മതി,
അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ആ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ മതി, പെട്ടെന്ന് അത് സമാധിയാവസ്ഥയിൽ നിന്ന് ലീലാവസ്ഥയിലേക്ക്, ഈ ലീലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന മായാലീലയിൽ പെട്ടെന്ന് തിരിച്ചു വരും. അത് ബലറാം ബസുവിൻ്റെ അച്ഛനോട് പറഞ്ഞതാണ് ഇങ്ങനെ നിത്യതയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ നിത്യതയിലേക്ക് പോകുന്നതാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ ബ്രഹ്മജ്ഞാനമുള്ളത് കൊണ്ടാണ് നിത്യതയിലേക്ക് പോകാൻ കഴിയുന്നത്. അതായത് വിഷയബുദ്ധി നിശേഷം പോകാതെ കിടക്കുകയില്ല. ഈ ബ്രഹ്മജ്ഞാനം കിട്ടണമെങ്കിൽ വിഷയബുദ്ധി നിശേഷമില്ലാതാകണം. ഇതാണ് അവിടെ സൂചിപ്പിച്ച ഒരു കാര്യം. അപ്പോൾ ഭഗവാൻ തൻ്റെ ആ അവതാര മഹിമയെക്കുറിച്ച് ബലറാം ബസുവിൻ്റെ അച്ഛനുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിയിലേക്കുള്ള വരവ് ഇഹലോകവാസത്തിൻ്റെ പൊരുളാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ജീവനും ഓരോ ജീവാത്മാവും എങ്ങനെയാണ് ഈ ലോകത്ത് നിലകൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ആ രഹസ്യമാണ് ഭഗവാൻ ഇവിടെ ബലറാം ബസുവിൻ്റെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ. എങ്ങനെയെന്ന് വെച്ചാൽ, ഈശ്വരൻ സൃഷ്ടിച്ച ഒരു തോട്ടത്തിലാണ് നമ്മളൊക്കെ വരുന്നത്. വളരെ ലളിതമായ രീതിയിലാണ് ഈ ജീവാത്മാക്കൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നതിനെക്കുറിച്ച്, ഈ ഭൂമിയിലെ വാസത്തെക്കുറിച്ച് ഭഗവാൻ ബലറാം ബസുവിൻ്റെ അച്ഛന് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തത്, ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ ഭൂമി, നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം, മനുഷ്യദൃഷ്ടിക്ക് ഗോചരമായ ഈ പ്രപഞ്ചം, അത് ഈശ്വരൻ സൃഷ്ടിച്ച ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിലെ തോട്ടക്കാരൻ അദ്ദേഹമാണ്, ഈശ്വരനാണ്. നമുക്ക് ഈ തോട്ടത്തിൽ വന്ന് വേണ്ടതെല്ലാം ആസ്വദിക്കാം. പിന്നെ തോട്ടക്കാരൻ നമ്മെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു നാളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം. ഇതാണ് ഭഗവാൻ നമ്മുടെ ഈ ജീവാത്മാക്കൾ ഈ ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ച് ബലറാം ബസുവിനോട് പറഞ്ഞു കൊടുത്ത ഒരു ഉദാഹരണം. അപ്പോൾ നമ്മളിവിടെ, ഇത് നമ്മുടേതല്ല, നമ്മൾ ഈ തോട്ടത്തിൽ വരുന്നു. ഈ പ്രപഞ്ചമാകുന്ന ഈ തോട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. അതിൽ കുറേ പേര് ചിലപ്പോൾ കേരളത്തിൽ വരും, കുറേ പേര് മാവേലിക്കരയിൽ വരും, കുറേ പേര് തിരുവനന്തപുരത്ത് വരും, കുറേ പേര് തമിഴ്നാട്ടിൽ വരും, കുറേ പേര് അമേരിക്കയിൽ വരും. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഈ തോട്ടം ഇതിന് അനന്തമായൊരു തോട്ടമാണ്. ഈ തോട്ടത്തിൻ്റെ ഏതൊക്കെയോ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്ന തമാശ, നമ്മൾ ഈ തോട്ടത്തിൽ വന്ന് ആ തോട്ടക്കാരൻ പറയുകയാണ് ഇവിടുന്ന് പൊക്കോ, ഈ തോട്ടത്തിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ തോട്ടം വിട്ട് നമ്മൾ പുറത്തു പോകണം. പക്ഷേ നമ്മൾ ഈ തോട്ടത്തിൽ വരുമ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ തോട്ടത്തിൽ വന്ന് ഇതെല്ലാം ആസ്വദിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അജ്ഞത കൊണ്ട്, കാര്യം ഈ തോട്ടത്തിൽ നമ്മൾ ഇറങ്ങിയ സ്ഥലം നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളിവിടെ നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു വ്യാമോഹത്തിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ സ്ഥലം അളന്നു മുറിക്കുന്നു, ചുറ്റും മതിൽ കെട്ടുന്നു, അതിന് പ്രമാണം ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മുടെ കയ്യിൽ ആ പ്രമാണം വെക്കുന്നു. ആ പ്രമാണം പൂട്ടി നമ്മൾ ഭദ്രമായിട്ട് നമ്മുടെ പേരിലുള്ള പ്രമാണം പൂട്ടി പെട്ടിയിൽ വെക്കുന്നു. കുറച്ചു കാലം ആ പ്രമാണം, ആധാരം നമ്മുടെ കയ്യിലിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ പ്രമാണം അവർക്ക് കൈമാറിയേ പറ്റൂ. അപ്പോൾ നമ്മൾ നിർബന്ധപൂർവ്വം കൈമാറിയില്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ നമ്മുടെ കാലശേഷമൊക്കെ ആയിരിക്കും അവരത് കൈയാളുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കെ തന്നെ അവർ അത് വാങ്ങുന്നു. നമ്മൾ ഈ പ്രമാണം, ഈ പെട്ടി അതേപോലെ അവരെ ഏൽപ്പിക്കുന്നു. പിന്നെ അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും കാലം ഈ തോട്ടം നമ്മുടേതാണെന്ന് ധരിച്ചിരുന്ന ഈ തോട്ടം പിന്നെ നമ്മുടേതല്ല എന്നുള്ള ബോധം നമുക്ക് അപ്പം മുതൽ തുടങ്ങുന്നു. കാര്യം ഒരുപക്ഷെ ഈ തോട്ടം നിലനിൽക്കും, അല്ലെങ്കിൽ അവരത് വിറ്റ് വേറെ വഴിയിലേക്ക് പോകും. നമ്മൾ വേറൊരു തോട്ടത്തിൽ ചെല്ലും. തോട്ടത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മളെ അവർ ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടും.
അപ്പം ഇന്നലെ വരെ ഇരുന്ന തോട്ടം ആ ഭാഗം അത് നമ്മുടേതല്ലാതായി. അപ്പം ഈ ബോധം നമ്മിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്ന ഒരു അജ്ഞതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. ഈ തോട്ടത്തിൽ ലഭിച്ച അല്പം, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ ലഭിച്ച സ്ഥലമാണ്. അതായത് ഒരു തോട്ടത്തിൽ മാമ്പഴം, മാവ് കാണും, ചക്ക കാണും, അല്ലെങ്കിൽ പലതരം വൃക്ഷലതാദികളൊക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് ആ ഫലങ്ങളൊക്കെ നമുക്ക് ഭക്ഷിക്കാം. അതൊക്കെ ആസ്വദിക്കേണ്ടതിന് പകരം അതൊന്നും ആസ്വദിക്കുന്നുമില്ല. പകരം അതെല്ലാം നമ്മുടേതാണെന്നുള്ള നിലയിൽ നമ്മൾ അതൊക്കെ വളച്ചു കെട്ടി, പരമാവധി നമുക്ക് പറ്റുന്ന അത്രയും വളച്ചു കെട്ടി നമ്മൾ കയ്യിൽ വെച്ച് ഇതൊന്നും ആസ്വദിക്കപ്പെടാതെ, ഈ തോട്ടത്തിലെ നമ്മുടെ ജീവിതം ആസ്വദിക്കാതെ ഇത് ആ ആധാരം അതേപോലെ കൈമാറി എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നമ്മൾ പോകും. ഇതിനെയാണ് ഭഗവാൻ ഇവിടെ വളരെ തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലെ അവകാശി അപ്പോൾ ആരാണിത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശി ആരാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും സ്വമേധയാ ആലോചിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒരു കുറേ കാലം ആരുടെ കയ്യിലായിരുന്നു, ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിലാണ്, ഇനി നാളെ ഇത് ആരുടെ കയ്യിലാണ്? അപ്പോൾ യഥാർത്ഥ അവകാശി ആരാണ്? ഇതിങ്ങനെ കൈമറിഞ്ഞ് കഴിഞ്ഞു പോകും. ഇതിനൊരു യഥാർത്ഥ അവകാശി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ യഥാർത്ഥ അവകാശി ആരാണ് എന്ന ബോധം, ആ തോട്ടക്കാരൻ ആരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രക്രിയയൊന്നും നമ്മെ ബാധിക്കുന്നതേയില്ല. നമ്മൾ സ്വതന്ത്രമായി ഇത് ആസ്വദിക്കുക മാത്രം ചെയ്ത് പോകും. ഇതാണ് ഭഗവാൻ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജ്ഞാനം നമുക്ക് വേണം. ഈ ഉള്ള ഓരോരുത്തർക്കും ഈ ഒരു ജ്ഞാനം വേണം. അതായത് ഈ ഭൂമിയിൽ ജനിച്ച് ഇവിടെ വസിക്കുന്ന, ഈ പറമ്പിൽ ജീവിക്കുന്ന നമ്മൾക്ക്, നമ്മുടേതെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്ന നമുക്ക് ഈ ജ്ഞാനം വേണം. അപ്പോൾ ഈ ജ്ഞാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വളരെ ലളിതമാണ്. അതിന് ഭഗവാൻ ഇവിടെ ഒരു കഥ, ഒരു സന്ദർഭം പറയുന്നുണ്ട്. എന്താണ് ഈ ജ്ഞാനം ഉണ്ടാകാൻ എന്താണ് മാർഗം എന്ന് ഒരു ഭാഗം ഇവിടെ വചനാമൃതത്തിൽ വിവരിക്കുന്നുണ്ട്. എന്താണ്? ഹിമവാന്റെ ഗൃഹത്തിൽ, ഹിമവാന്റെ പാർവതിയുടെ അച്ഛൻ, ഇപ്പം ഹിമവാന്റെ മകളായി ദേവി ജന്മമെടുത്തപ്പോൾ നാനാവിധത്തിലുള്ള ബോധം ദേവി ഹിമവാന് പല സന്ദർഭങ്ങളിലായിട്ട് നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ട് അപ്പോൾ ഹിമവാൻ ദേവിയോട് ചോദിച്ചു, ദേവി എനിക്ക് ബ്രഹ്മദർശനം ലഭിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. ബ്രഹ്മദർശനം ലഭിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. ഈ ബ്രഹ്മദർശനം എന്താണെന്ന് നേരത്തെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ തോട്ടത്തിൽ നമ്മൾ ജനിച്ചതും ഈ തോട്ടം നമ്മുടേതല്ലെന്നും നമ്മൾ കുറച്ചു കാലത്തേക്ക് ഇവിടെ വന്നതാണെന്നും ഇത് ആസ്വദിക്കണമെന്നുള്ള ബോധമാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ ആ ബ്രഹ്മജ്ഞാനം എനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് ഹിമവാൻ മകളോട് പറയുന്നു. അപ്പോൾ മകൾ ദേവി അരുളി ചെയ്യുന്നത് ഇങ്ങനെ: അച്ഛാ, അതാണ് അവിടേക്ക് ആഗ്രഹമെങ്കിൽ അവിടുന്ന് സാധു സംഘം ചെയ്യണം. ഇവിടെ സാധു സംഘം ചെയ്യണം, അതായത് ഇടയ്ക്കിടെ സംസാരത്തിൽ നിന്ന് വിട്ടുമാറി സാധുസംഘം ചെയ്യണം. വെറുതെ സാധുസംഘം ചെയ്താൽ പോരാ, ഇടയ്ക്കിടെ സംസാരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് സാധുസംഘം ചെയ്യണം. സാധുസംഘം എന്ന് പറയുമ്പോൾ സന്യാസ ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള ആ ഒരു സംഘം, അതായത് ഒരു ഗുരു തുല്യമായ ഒരു സന്യാസിയെ, അവരുടെ ആ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കണം. അതിനാണ് ഈ ബ്രഹ്മജ്ഞാനം നേടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ സന്യാസിമാരോടൊപ്പം ചിലവഴിക്കുക കുറച്ച് സമയം. ജീവിതത്തിൽ ഈ സംസാരത്തിൻ്റെ ബഹളത്തിൽ നിന്നൊക്കെ മാറി ഇടയ്ക്കിടയ്ക്ക് സന്യാസിമാരോടൊപ്പം നമ്മൾ സംഘം ചെയ്യുക.
സാധുജനങ്ങളോട്. ഇവിടെ സാധു എന്ന് പറയുമ്പോൾ നമുക്ക് സന്യാസി എന്നെടുക്കാം, മഹർഷി, യോഗികൾ എന്നൊക്കെ എടുക്കാം. നമുക്കിവിടെ കുറച്ചുകൂടെ എളുപ്പം, നമുക്കിപ്പോൾ മഹർഷിയൊക്കെ അന്വേഷിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയ യോഗീന്ദ്രനെയൊക്കെ അന്വേഷിച്ച് പോകാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട്. നമുക്കിവിടെ ഭാഗ്യവശാൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഭഗവത് കൃപ കൊണ്ട് നമുക്ക് കയ്യിലുള്ളത് നമ്മുടെ ശ്രീരാമകൃഷ്ണ വചനാമൃതവും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവും എല്ലാം നമുക്ക് ഈശ്വര കൃപയാൽ നമുക്ക് ചുറ്റും സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സന്യാസിമാരോടൊപ്പം, ആ ആശ്രമങ്ങളിൽ സന്യാസിമാരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക. ഇതാണ് ഏറ്റവും ലളിതമായ മാർഗം. അങ്ങനെ ചിലവഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമുക്ക് ബോധ്യപ്പെടും. കാര്യം അല്ലാത്ത സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെലവഴിക്കുന്നത് ഈ ലൗകികരായ ആളുകളുടെ കൂടെയാണ്. ആ ലൗകികരെല്ലാം തന്നെ ഈ തോട്ടത്തിലെ ഓരോരോ അവകാശവാദങ്ങളുമായി ഇരിക്കുന്ന ആൾക്കാരാണ്. ഓരോരോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർ, ഓരോരോ അവകാശവാദം ഉന്നയിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് സദാസമയവും നമുക്ക് ചുറ്റുമുള്ളത്. അത് നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളായാലും ശരി, നമ്മുടെ സുഹൃത്തുക്കളായാലും ശരി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകളായാലും ശരി, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലായിടത്തും നമ്മൾ കണ്ണു തുറന്നാൽ കാണുന്ന, ചുറ്റിലും കാണുന്ന എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. അതേസമയം ഒരു സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതൊന്നുമില്ലാത്ത, ഇതെല്ലാം ഉപേക്ഷിച്ച ഈശ്വരനിൽ മാത്രം ചിന്ത ഉറപ്പിച്ചിട്ടുള്ള ഒരു സന്യാസിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായി ആ ശക്തി, അല്ലെങ്കിൽ ആ ഒരു പ്രകാശം നമ്മെ ബാധിക്കും, നമ്മിലേക്കും പ്രസരിക്കും. ആ ഒരു ഓറയ്ക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ അത് നമുക്കും ഗുണപ്രദമായി മാറുകയും നമ്മുടെ മനസ്സ് അതിനകത്ത് നമ്മുടെ ജീവാത്മാവ് അതിനകത്ത് വളരെ ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് ചെല്ലുകയും ചെയ്യും. അതാണ് സന്യാസിമാരോടൊപ്പം, സാധുജനങ്ങളോടൊപ്പം സംഘം ചെയ്യണമെന്ന് ഹിമവാനോട് പാർവതി പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ തുടർന്ന് ഭഗവാൻ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു ഹിമവാന്റെ കഥയ്ക്ക് തുടർച്ചയായിട്ട് പറയുന്നത്, നമ്മുടെ ഈ ലീല എന്നത്, ഭഗവത് ലീല എന്നത് 4 ഘടകങ്ങൾ ചേർന്നതാണ്. ഭഗവത് ലീല 4 ഘടകങ്ങൾ ചേർന്നതാണ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈശ്വരൻ ഒരേ സമയമാണ് ഈ 4 ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഈശ്വരൻ, 2 മായ, 3 ജീവാത്മാവ്, 4 ജഗത്ത്. ഇത് 4ഉം ചേരുന്നതാണ് ഈ സംസാരചക്രം. ഈശ്വരൻ, മായ, ജീവാത്മാവ്, ജഗത്ത്. അപ്പോൾ ആദ്യം ഈശ്വരനാണ്, അത് കഴിഞ്ഞാണ് മായ വരികയാണ്. മായയ്ക്ക് അടുത്താണ് ജീവാത്മാവ് നിൽക്കുന്നത്. അതായത് ജീവാത്മാവിനും ഈശ്വരനും മധ്യ മായ. അതുകൊണ്ട് ജീവാത്മാവിന് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ജീവാത്മാവ് എവിടെയാണ് നിൽക്കുന്നത്? ഈ ജീവാത്മാവും മായയും ഈശ്വരനും ഈ ജഗത്തിൻ്റെ ഭാഗമാണ്. ഈശ്വരനും മായയും ജീവാത്മാവും ഈ ജഗത്തിൻ്റെ ഭാഗമാണ്. ഈ ജഗത്ത് ഉൾപ്പെട്ടതാണ്, ജഗത്തിൻ്റെ ഭാഗമാണ്. അതായത് ഈശ്വരനും ജഗത്തും ഒന്ന് തന്നെ. ഈശ്വരൻ്റെ തന്നെ മറ്റൊരു ഭാവമായ ജഗത്തിലാണ് ജീവാത്മാവ് നിൽക്കുന്നത്. പക്ഷേ ആ ജഗത്തിൽ നിൽക്കുന്ന ജീവാത്മാവിന് ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയാത്തതിന് കാരണം ഈശ്വരനും ജീവാത്മാവിനും മധ്യേ മായ നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഇതാണ്. അപ്പോൾ ജഗത്ത് നമുക്ക് മനസ്സിലാവും, പക്ഷെ ഈശ്വരനെ നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഈശ്വരൻ തന്നെയാണ് ജഗത്തെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധം മായ ഇതിനിടയിൽ നിന്ന് നമ്മുടെ ബോധതലത്തെ അങ്ങ് മറച്ചു കളയും.
അപ്പം ഈ മായയെ അങ്ങ് മാറ്റിയിട്ട് വേണം ഈശ്വരനെ തിരിച്ചറിയാനും ഈ ജഗത്ത് എന്താണെന്ന് ബോധ്യം വരാനും. ഇതാണ് ഈ 4 ഘടകങ്ങൾ തമ്മിലുള്ള ഇക്വേഷൻ എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രധാനമായ ഈ രാമായണം ഇതിനകത്ത് ഒരു പരാമർശ വിഷയമായതുകൊണ്ട് ആ രാമായണത്തെ വെച്ചാണ് നമ്മൾ ഇനി അത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാം. അപ്പം രാമായണത്തിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, കാനനം, അതാണ് പ്രവർത്തന മേഖലയായിട്ട് വരുന്നത്. ശ്രീരാമൻ കാനനത്തിലേക്ക് പോകുന്നു, വനവാസത്തിന് പോകുന്നു. കൂടെ സീതയും പോകുന്നു. അതിന് തൊട്ട് പിന്നാലെ ലക്ഷ്മണൻ പോകുന്നത് കാനനത്തിലേക്കാണ്. അതായത് ഈ കാനനം എന്ന് പറയുന്നതാണ് ജഗത്ത്. അപ്പോൾ ഈശ്വരൻ ജഗത്തിൽ അവതരിക്കുന്നു, ജഗത്തിലേക്ക് പോവുകയാണ് ഈശ്വരൻ. ഈശ്വരൻ ഇവിടെ രാമൻ. അപ്പം ഈശ്വരൻ ജഗത്തിൽ അവതരിക്കുമ്പം മായ കൂടെ വരികയാണ്. അതാണ് സീത. ഈ മായ ഉണ്ടാകരുത് അല്ലെങ്കിൽ മായ വേണ്ട എന്ന് ഈശ്വരൻ തീരുമാനിച്ചാൽ പോലും രക്ഷയില്ല. കാരണം മായ ഈശ്വരൻ്റെ തന്നെ അനുവാദമില്ലാതെ ഈശ്വരനോടൊപ്പം സഞ്ചരിക്കുക. ലക്ഷ്മണനാണ് ജീവാത്മാവ്. അപ്പം ലക്ഷ്മണന് പിന്തുടരുക, ഈ മായയെ പിന്തുടരുക മാത്രമേ നിർവാഹമുള്ളൂ. രാമായണം മുഴുവനും ഈ ഒരു ഘടനയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് രാമായണത്തിൽ കാനനവാസം മുതൽ രാമായണത്തിൻ്റെ തുടക്കം മുതൽ ഈ ഒരു സന്ദർഭമാണ് നമുക്കിത് പ്രത്യേകിച്ച് വിവേചിച്ചറിയാൻ പറ്റും. എങ്ങനെയാണത്? കൈകേയിയാണ് നമ്മുടെ മനസ്സ്, മന്ധരയാണ് ഇന്ദ്രിയം. അപ്പം ഇന്ദ്രിയങ്ങളുടെ പ്രേരണയാൽ മനസ്സ് വശംവദയാകുകയാണ്, ആഗ്രഹങ്ങൾക്ക് വശംവദയാകുകയാണ്. അങ്ങനെ ബുദ്ധിയെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ആര്? മനസ്സ് ബുദ്ധിയെ സ്വാധീനിക്കുന്നു. കൈകേയി ബുദ്ധിയെ ബുദ്ധി എന്ന് പറയുന്ന ഇവിടെ ദശരഥൻ. അപ്പം മന്ധരയാകുന്ന ഇന്ദ്രിയത്തിൻ്റെ പ്രേരണയാൽ കൈകേയി ആകുന്ന മനസ്സ് ദശരഥനാകുന്ന ബുദ്ധിയെ അറ്റാക്ക് ചെയ്യും. അതോടെ ഈ ബുദ്ധി മനസ്സിന് ഈ ബുദ്ധിക്ക് ചാഞ്ചല്യമുണ്ടാകുകയാണ്. അപ്പോൾ ബുദ്ധിക്ക് ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു, ബുദ്ധിക്ക് ചാഞ്ചല്യമുണ്ടാകുന്നു, ബുദ്ധി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഈ ബുദ്ധി വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ദശരഥൻ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ദശരഥൻ എന്നുള്ള ആ ക്യാരക്ടർ എന്തെല്ലാം അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. അതെല്ലാം ബുദ്ധി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. മോഹാലസ്യപ്പെടുന്നു, ബോധം പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളാണ്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നത്. രാമൻ കാട്ടിൽ പോകാൻ തയ്യാറായപ്പോൾ ദശരഥൻ വ്യാകുലനായി വസിഷ്ഠൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നമ്മളിവിടെ 8-ാം അധ്യായത്തിൽ വായിച്ചതാണത്. തുടക്കത്തിൽ നമ്മൾ ഇന്ന് തുടക്കത്തിൽ വായിച്ചതാണ്. രാമൻ കാട്ടിലേക്ക് പോകാനായി ആരംഭിച്ചപ്പോൾ ദശരഥൻ വസിഷ്ഠൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് വസിഷ്ഠനോട് ചെന്ന് ദശരഥൻ തൻ്റെ ഒരു പിതാവിൻ്റേതായ ആ ബുദ്ധിമുട്ട്, വിഷമം വസിഷ്ഠനോട് അവതരിപ്പിക്കുമ്പോൾ വസിഷ്ഠൻ രാമനോട് ഉപദേശിക്കുന്നതാണ് യോഗവാസിഷ്ടം എന്ന രീതിയിൽ വരുന്ന ഒരു ഭാഗം. രാമായണത്തിലെ ഏറ്റവും ബൃഹത്തായ ഭാഗമാണ് യോഗവാസിഷ്ടം. രാമനെ വസിഷ്ഠൻ ഉപദേശിക്കുക. അപ്പോൾ യോഗവാസിഷ്ടത്തെക്കുറിച്ച് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ സൂചന നൽകുന്നതാണ്. അതായത് രാമൻ വിശ്വാമിത്രനോടൊപ്പം കാട്ടിൽ പോകാൻ തയ്യാറായ ബാല്യകാലത്ത് രാമൻ വിശ്വാമിത്രൻ്റെ ആവശ്യപ്രകാരം കാട്ടിൽ പോകാനായിട്ട്, അതായത് യാഗസംരക്ഷണത്തിന് വേണ്ടി കാട്ടിൽ പോകാൻ സന്ദർഭത്തിലാണ് വസിഷ്ഠൻ രാമനെ ഉപദേശിക്കുന്നത്. കാര്യം, നീ ആരാണ്?
അതുവരെ രാമന് ആ അവതാരം എന്നുള്ള ബോധം രാമനിലേക്ക് എത്തിയിരുന്നില്ല. അത് ആ അവതാരത്തെ ആ ബോധതലത്തിലേക്ക് എത്തിക്കുന്നത് വസിഷ്ഠമുനിയാണ്. അതാണ് യോഗവാസിഷ്ഠത്തിലൂടെ മുനി സാധിച്ചെടുക്കുന്നത്. കാര്യം നീ ധൈര്യമായിട്ട് പോകണം, കാര്യം നീ ആരാണ് എന്നുള്ള നിന്റെ ഈ അവതാരം എന്താണ്, ഈശ്വരാവതാരം എന്താണെന്ന് രാമനെ തന്നെ ആ ഒരു ജീവാത്മാവിൻ്റെ രൂപത്തിലാണ് കടന്നു വരുന്നത്. ആ ജീവാത്മാവിനെ അവതാരമാണെന്നുള്ള ബോധതലത്തിലേക്ക് വസിഷ്ഠമുനിയാണ് എത്തിക്കുന്നത്. ഇതാണ് നമ്മൾ ഓരോരുത്തരും സാധുസംഗമം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ ബോധതലത്തിലേക്ക് നയിക്കാൻ പറ്റൂ. ഒരു യഥാർത്ഥ ഗുരുവിന് നമ്മൾ ഓരോരുത്തരും ഓരോ ജീവാത്മാവാണ്, വളരെ പ്രഷ്യസായ ജീവാത്മാക്കളാണ് ഓരോരുത്തരും. ഈ ഓരോ ജീവാത്മാക്കളും എന്തെന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തെന്തൊക്കെയാണ് കർത്തവ്യമെന്ന് നമ്മെ ബോധവൽക്കരിക്കുന്നത് ഈ ഗുരുവാണ്. ആ ഗുരുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് ആ ഉപദേശം തേടിയില്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം വൃഥാവിലായിപ്പോവും, വീണ്ടും ജനിക്കേണ്ടി വരും. അതിങ്ങനെ മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീണ്ടും ആ കർമ്മഫലം വീണ്ടും നമ്മെ അപ്പം ഈ കർമ്മഫലം അവസാനിച്ച് നമ്മുടെ കർത്തവ്യം പൂർത്തീകരിച്ച്, ഇപ്പോൾ ഹോംവർക്ക് തന്നാൽ അത് പൂർത്തീകരിക്കാതെ സ്കൂളിൽ സാറ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ ഹോംവർക്ക് നമ്മൾ പൂർത്തീകരിച്ചേ പറ്റൂ. അത് അപൂർണമാക്കിക്കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ആ ജീവാത്മാവിനെ എങ്ങനെയാണ് കർത്തവ്യ നിരതനാക്കുന്നത്, ആ ബോധതലത്തിലേക്ക് നയിക്കുന്നത്. അതാണ് വസിഷ്ഠൻ രാമന് വേണ്ടി ചെയ്തത്. ഈശ്വരാവതാരങ്ങൾക്കും അത് ബാധകമാണ്. അപ്പം രാമൻ യഥാർത്ഥത്തിൽ രാമൻ ഒരു മനുഷ്യ ജന്മമായിട്ട് ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ അവതാര കർമ്മം പൂർത്തിയാക്കിയ അവതാരമാണ്. ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു സന്ദർഭത്തിലല്ല ശ്രീരാമാവതാരത്തിൽ വരുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യ ജന്മമായിട്ട് തന്നെയാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം അതനുസരിച്ചുള്ള എല്ലാ കർമ്മബന്ധങ്ങളിലേക്കും ശ്രീരാമൻ കടന്നു പോകുന്നുണ്ട്. അത് നമ്മെ ഒരു അവതാരത്തിന് പോലും ആ കർമ്മബന്ധങ്ങളിലൂടെ കടന്നു പോകാൻ ബാധ്യസ്ഥമാകുന്നു എന്നുള്ളത് കാണിച്ചു തരാനും പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമായണം അങ്ങനെ ചെയ്തത്. അല്ലാതെ അപ്പോൾ ഇവിടെ വരുന്നത്, നമ്മൾ ഈ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈശ്വരനും മായയും ജീവാത്മാവും ജഗത്തും എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് രാമായണത്തിലൂടെ നമ്മൾ പഠിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ രാമായണം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാനനത്തിൽ പോകാൻ നേരത്ത് ദശരഥൻ വസിഷ്ഠനോട് എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ശ്രീരാമനോട് ചോദിക്കുന്നത്, അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ആ ഭാഗമാണ്. വസിഷ്ഠൻ ശ്രീരാമനോട് ചോദിച്ച കാര്യമാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. എന്താണ് ചോദിച്ചത്? വസിഷ്ഠൻ ചോദിച്ചത്, ഈ ദശരഥൻ്റെ വാക്ക് കേട്ടിട്ട് വസിഷ്ഠൻ ചെന്ന് ശ്രീരാമനോട് പറഞ്ഞത്, രാമ, അങ്ങ് എന്തിനാണ് ലോകം വെടിയാൻ പോകുന്നത്? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇതേപോലെ എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ നമ്മളോട് ചേർത്ത് പറയുകയാണ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഈശ്വരനിൽ നിന്ന് വേറിട്ടൊരു ലോകമുണ്ടോ? രാമൻ കാനനവാസത്തിന് പോകുന്നു എന്നുള്ളതാണല്ലോ കോൺടെക്സ്റ്റ്. രാമന് കാനനവും ലോകവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈശ്വരന് അയോധ്യയും കാനനവും ഒന്ന് തന്നെയാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം കാനനത്തിലേക്ക് പോകുന്നില്ല. ശ്രീരാമൻ 14 വർഷം കാട്ടിൽ പോകണമെന്നുള്ള കഥ പറയുമ്പോൾ നമ്മൾ അയ്യോ കാട്ടിലേക്ക് പോകുന്നല്ലോ, കൊട്ടാരം ഉപേക്ഷിക്കുന്നല്ലോ. അതാണ് വസിഷ്ഠൻ ചോദിച്ച രാമനോട്, രാമൻ എങ്ങനെ പോകാൻ പറ്റും കാട്ടിൽ? രാമൻ കാട്ടിൽ പോകുന്നു എന്നും പറഞ്ഞിറങ്ങുക, രാമൻ എങ്ങനെ കാട്ടിൽ പോകാൻ പറ്റും? രാമന് കാടെന്നോ അയോധ്യ എന്നുള്ള വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്നല്ലേ? അപ്പോൾ കാട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാലും അയോധ്യയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആ ഈശ്വരനോട് വസിഷ്ഠൻ ഗുരുസ്ഥാനീയനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാം.
അപ്പോഴാണ് വസിഷ്ഠൻ ചോദിച്ചത്, രാമ, അങ്ങ് കാട്ടിൽ എങ്ങനെ പോകും? അങ്ങേക്ക് എങ്ങനെ? അവിടെ കാടെന്നുള്ളൊരു വ്യത്യസ്തം നമ്മുടെ ജീവാത്മാക്കൾക്ക് മാത്രമേ കാടെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒന്നല്ലേ, ഈശ്വരൻ്റെ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ ഈ തോട്ടം, ഈ പ്രപഞ്ചമാകുന്ന തോട്ടം എല്ലാം ഒരാളുടേതാണ്. തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുമ്പോൾ ആ തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് വല്ല വ്യത്യാസമുണ്ട്. അതുപോലെയാണ് രാമൻ കാട്ടിൽ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു. ഈശ്വരനല്ലാതെ യാതൊന്നുമില്ല. ബ്രഹ്മം തന്നെയാണ് ഈശ്വരനായും മായയായും ജീവനായും ജഗത്തായും കാണപ്പെടുന്നത്. ഈശ്വരനെ സംബന്ധിച്ച് പിന്നാലെ വരുന്ന മായ, സീതയും ജീവാത്മാക്കളാകുന്ന ലക്ഷ്മണനും പിന്നെ ഈ ജഗത്തും എല്ലാം രാമൻ ഒരുപോലെയാണ്. കാരണം രാമൻ ഈ യാത്രയിൽ തിരിഞ്ഞു നോക്കുന്നതേയില്ല. മായയും ജീവാത്മാവും ഈ ജഗത്തിൽ ഈശ്വരനെ പിന്തുടർന്ന് പൊക്കൊണ്ടേയിരിക്കുകയാണ്. പിന്തുടരുമ്പോൾ ജീവാത്മാവിന് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളൂ. കാര്യം മായയുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് അതിനു മുമ്പുള്ള ഈശ്വരനെ ജീവാത്മാവ് കാണുന്നില്ലെന്ന് മാത്രം. പക്ഷെ ഈ യാത്ര ഒന്ന് തന്നെയാണ്, ഒരേ വഴിക്ക് തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ആ ഒരു രാമായണത്തിൻ്റെ ഒരു പൊരുൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. എന്നാൽ ഇനി അടുത്ത് നോക്കാം. ഈ സത്യം അറിയാവുന്ന ഒരേ ഒരു കഥാപാത്രം രാമായണത്തിൽ ഭരതൻ മാത്രമാണ്. എന്തുകൊണ്ട്? ഈശ്വരനാകുന്ന രാമനിൽ മാത്രം അഭയം പ്രാപിച്ച് ഈശ്വരപ്രാപ്തി വരും വരെ മായ ബാധിക്കുന്നേയില്ല ഭരതനെ. ഭരതനെ മായ ബാധിക്കുന്നില്ല. കാരണം മായ എവിടെ പോയി? മായ ലക്ഷ്മണന്റെ മുമ്പേ പോയി, ഈശ്വര രൂപത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. അപ്പോൾ അയോധ്യയിൽ പിന്നെ മായ ഇല്ല. അതുകൊണ്ട് ഭരതന് ക്ലിയറായി ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ വരേണ്ടതെന്ന്. അവിടെ മായയുടെ മറയില്ലാതെ ആ പാതകങ്ങൾ വെച്ച് അയോധ്യയ്ക്ക് പുറത്താണ് ഭരതൻ ഇരിക്കുന്നത്. കാര്യം എല്ലാം ഈശ്വരനാണ്. അയോധ്യയും ഈശ്വരൻ്റെതാണ്, കാടും ഈശ്വരൻ്റെതാണ്. അപ്പം പിന്നെ എവിടെ ഇരുന്നാലെന്താ? അപ്പം ആ ഈശ്വരൻ ഇരിക്കേണ്ട ആ ഷ്രൈനിലേക്ക് തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ വരുന്നത് വരെ ആ ഷ്രൈൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ കാവൽക്കാരനായിട്ട് ഇരിക്കാൻ ഭരതൻ തയ്യാറാവുന്നു. ഭരതൻ അത് മനസ്സിലായി. ഭരതനെ മായ ബാധിച്ചിട്ടേയില്ല. അതാണ് ഭരതൻ എന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും മഹത്തരമായൊരവസ്ഥ. ഇനി സീതയാകുന്ന മായയുടെ പ്രവർത്തനം എങ്ങനെയാണ് രാമായണത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? നോക്കാം. മായ ആദ്യം വിടാതെ പിന്നാലെ പിടികൂടുന്നു. മായ പിന്നാലെ പിടികൂടുക. എന്നിട്ടോ ആ മായ സൃഷ്ടിക്കുന്ന ആഗ്രഹങ്ങൾ കാരണം എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഉണ്ടായത്. അവിടെ മായ എന്ന് കാണാം. അപ്പം മായ കാണിക്കുന്ന അനർത്ഥങ്ങളാണ് ആ രാമായണത്തിൻ്റെ മുഴുവൻ ഘടനയിലേക്കും പോകുമ്പോൾ ഈ മായ സൃഷ്ടിക്കുന്ന അനർത്ഥങ്ങളാണ്. അതായത് മാനിനെ കാണുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു. ലസ്റ്റ് ആൻഡ് ഗ്രീഡ്, കാമിനി കാഞ്ചനം എന്താണെന്നുള്ളതിൻ്റെ പ്രധാന സന്ദർഭമാണ് സീതയ്ക്ക് പൊന്മാനോടുള്ള ഇത്. അത് മായ ചെയ്യുന്നതാണ്. അപ്പം ആ മായ എന്തെല്ലാം അനർത്ഥങ്ങൾ കാണിച്ചു. അവസാനം എന്ത് പറ്റി? ഒരു മഹായുദ്ധത്തിലേക്ക് ഈ സന്ദർഭത്തെ കൊണ്ട് എത്തിക്കുകയാണ് മായ ചെയ്തത്. മായ കാരണമാണ് ആ യുദ്ധം തന്നെ ഉണ്ടാകുന്നത്. മായയാണല്ലോ അവിടെ ലങ്കയിൽ ഈ യുദ്ധത്തിനുള്ള വേദി ഒരുക്കാനുള്ള കാരണം മായയാണ്. മായ എന്ന് പറയുമ്പോൾ ഇവിടെ സീത. അപ്പോൾ അതാണ്. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും മായ വിടുന്നുണ്ടോ? മായ പിന്നെയും ഈ രാമരാവണ യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴും മായ വിട്ടുമാറിയിട്ടില്ല. മായ പിന്നെയും രാജാവായ ശ്രീരാമനെയും ബാധിച്ചു തുടങ്ങുക. അങ്ങനെയാണ് ആ മായയെ ഒഴിവാകുന്നത്. പക്ഷെ ഒഴിവാകുന്നുണ്ടോ? അവസാനം ഒഴിവാകുന്നുമില്ല. ആ മായ ഒഴിവാകുന്നില്ലെന്ന് മാത്രമല്ല, ലവകുശന്മാരെന്ന രൂപത്തിൽ മായ ബാക്കി ലോകത്ത് വെച്ചു പോകുന്നത് ഈ മായയുടെ കഥ അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ലോകത്ത് ബാക്കി വച്ചിട്ട് പോവുകയാണ്. എന്നിട്ടാണ് മായ അന്തർധാനം ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ബാക്കി വെച്ച കോൺഫ്ലിക്റ്റ് ആരാണ്? ലവകുശന്മാർ സൃഷ്ടിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ബാക്കി വെച്ചു. അതാണ് ഈ ലോകത്ത് ഇപ്പോഴും 2026 രാമസങ്കല്പത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വൃന്ദാവനത്തിലോ ശ്രീകൃഷ്ണാവതാരത്തിലോ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നില്ല. അവിടെ അത് വരുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്ത് വരുമ്പം അത് വൃന്ദാവനത്തിലെ ആ ഗൗരാംഗൻ, ആ നാമസങ്കീർത്തനത്തിൻ്റെ ആ ഘടനയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അത് തുടർന്ന് വരുന്നുണ്ട്, പക്ഷെ അതിനി വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ വൃന്ദാവനം ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ബാക്കി ശേഷിപ്പ് എന്ന് പറയുന്നത് ആനന്ദമായ എന്താ നൃത്തവും നാമ സങ്കീർത്തനവുമാണ്. പക്ഷേ രാമൻ എന്നുള്ള സങ്കല്പം വന്നത് എങ്ങനെയാണ്? അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് തന്നെയാണ് ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. മായയുടെ പ്രവർത്തനം എത്ര ശക്തമാണ്! അപ്പോൾ നമുക്കിവിടെ ആവശ്യം രണ്ടും ഈ കലിയുഗത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ടും വിവേചിച്ച് കാണാൻ പറ്റും. നമ്മൾ ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ശരിക്കും ഒരിടത്ത് രാമാവതാരവും കൃഷ്ണാവതാരവും രണ്ടും ഒരേ സമയത്ത് ഈ കലിയുഗത്തിൽ ഇപ്പോഴും പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്കത് കാണാം. എന്തൊക്കെ കോൺഫ്ലിക്റ്റുകളാണ് രാമൻ എന്നുള്ള വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലേ? മഹാത്മാഗാന്ധി വെടിയേക്കുമ്പോൾ പോലും പറഞ്ഞത് ഹേ റാം എന്നാണ്. ആ കോൺഫ്ലിക്റ്റിലും ആ ഓരോ ഘട്ടത്തിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊന്നും അല്ലല്ലോ, ഹേ റാം എന്നാണ്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ്, രാമനാമത്തിൻ്റെ കോൺഫ്ലിക്റ്റിന് അവസാനമില്ല. മായ എത്ര കടുത്ത രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ, അതാണ് ഈ വൃന്ദാവനത്തിലെ സ്ഥിരതാമസക്കാരനായ രാധാമോഹൻ, അതായത് ബൽറാം ബസുവിൻ്റെ അച്ഛനുമായിട്ടുള്ള സംവാദമാണ് എന്നും കൂടെ ഓർക്കണം. അപ്പം രാധാമോഹൻ വന്നത് വൃന്ദാവനത്തിൽ നിന്നാണ്. വൃന്ദാവനത്തിൽ നിന്ന് വന്ന രാധാമോഹനെയാണ് ശ്രീരാമൻ്റെ കഥയിലൂടെ ഭഗവാൻ നയിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ കഥയിലൂടെ നയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കൂടെ? കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു രാധാമോഹന്. പക്ഷെ രാധാമോഹനോട് അതല്ല റിലേറ്റ് ചെയ്തത്, ശ്രീരാമൻ്റെ പാർട്ടാണ് റിലേറ്റ് ചെയ്തത്. വളരെ രസകരമായ ഒരു 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 എന്താ, ഭഗവാൻ ഈ ഇതിനെ എത്ര ഗംഭീരമായിട്ടാണ് ഈ പോർഷൻ നമ്മെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രമാണ് ഒരു രാമായണ കഥയിലൂടെ എങ്ങനെയാണ് നമ്മെ അത് ബോധ്യപ്പെടുത്തി തരുന്നത്. അത് പറയുന്നതോ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ഭക്തനോട്. എന്നിട്ട് ഇനി ശ്രീകൃഷ്ണ ഭക്തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പ്രത്യേകതയിലേക്കും എങ്ങനെയാണ് അത് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ ഇത് ഇനി വരുന്നത് ശ്രീകൃഷ്ണനാണ്. ഇനി വിവരിക്കാൻ പോകുന്നത് മുഴുവൻ ശ്രീകൃഷ്ണനെയാണ്. ഇവിടെ രാമൻ്റെ ഭാഗം പറഞ്ഞ് ഇവിടെ തീരുകയാണ്. തൊട്ടടുത്ത് അപ്പോൾ ബലരാമൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ബലരാം ബസുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഓ എത്ര കഠിനം. ആ ഒറ്റ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഓ ബഹു കഠിനം. ആ ശ്രീരാമൻ്റെ കഥ കേട്ടിട്ട് ബഹു കഠിനം പറയുന്നത് ശ്രീകൃഷ്ണ ഭക്തനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ബഹു കഠിനം. തൊട്ട് മുമ്പുള്ള അവതാരമല്ലേ, ഓ അത് ബഹു കഠിനം. ഉടൻ ശ്രീരാമകൃഷ്ണദേവൻ അടുത്ത ഇതിലേക്ക് കിടന്നു. ഏതാണ്? ചൈതന്യ അവതാരത്തിലേക്ക് കടക്കുകയാണ്. ചൈതന്യ അവതാരം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ കഥയാണ്. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ അത് കൊണ്ടുവരുന്നത്. ഇനി പറയുന്നത് ശ്രീകൃഷ്ണാവതാരം. അപ്പോൾ അവിടെ ഈ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ ഈശ്വരീയ ഭാവത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്ന് ഇനി അടുത്തത് ചൈതന്യ അവതാരത്തിലൂടെ തുടർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്ര എത്ര ഗംഭീരമായിട്ടാണ് ഭഗവാൻ ഇത് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മൾ ഒരിക്കലും ഈ തരത്തിൽ ഒരു അപ്രോച്ച് നമുക്ക് ഈ അവതാര കഥകളിലേക്ക് ഇത് നമ്മൾ വചനാമൃതം വായിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ കഥ ആ ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും രസകരമായ ഒരു ഇതായിട്ട് പറയുന്നത്. ഈ
തെരഞ്ഞെടുക്കുന്ന ആളുകൾ പോലും അതാണ്. ഈ ബലറാം ബസുവിൻ്റെ അച്ഛനെ പോലുള്ള ആ തെരഞ്ഞെടുക്കുന്ന വ്യക്തിത്വങ്ങൾ പോലും ഇത് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നിട്ട് ഈ ചൈതന്യ അവതാരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പോഴേക്കും ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടെ പറഞ്ഞേക്കാം. കലികാലത്തിൽ തർക്കങ്ങൾക്ക് പോകരുത്. കാര്യം ഇങ്ങനെ രണ്ട് കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് ഈ കലികാലത്തിൽ. ഈ രാമാവതാരത്തിൽ നമ്മൾ കാണുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതേപോലെ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത, ഇതൊരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തർക്കങ്ങൾക്ക് പോകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് തർക്കങ്ങൾക്ക് പോകരുത് എന്ന് നേരെ അങ്ങ് പറഞ്ഞതല്ല കേട്ടോ. ഇവിടെ ഗൗരാംഗനെ സംബന്ധിക്കുന്ന ഒരു ഗാനാലാപനത്തിലൂടെ അത് ബോധ്യപ്പെടുത്തി തരികയാണ്. അതായത് നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, നാമഗീതികൾ പാടുക, ആടുക. നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം അതാണ് ഇവിടെ ഭഗവാൻ അതിലേക്ക് എത്തുന്നത്. ഈ തർക്കങ്ങൾക്ക്, രാമാവതാരത്തെക്കുറിച്ചുള്ള തർക്കം, ഭഗവത്ഗീതയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കൊരിക്കലും പോകരുത്. നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് മനസ്സിലാവാത്തൊരു കാര്യത്തെക്കുറിച്ച് തർക്കിക്കരുത്. അപ്പം പിന്നെ ചെയ്യാവുന്നത് സിമ്പിൾ, ആ ഗാനാലാപനം, ആ നാമഗീതികൾ അങ്ങ് പാടുക. അത് മാത്രമാണ് അപ്പം സ്വയമേവ ഇത് അറിഞ്ഞോളും. ഇപ്പം വചനാമൃതം വായിക്കുന്ന ഒരാളിലേക്ക് ഈ അറിവ് എത്തുകയാണ്. അതല്ലാതെ മന്ദരയെന്നോ കയ്യേയെന്നോ രാമരാവണ യുദ്ധം എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളിലേക്ക് അതൊരു പാക്ക് മാത്രമാണ്. അത് ആ കഥയിലേക്ക് നയിക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. ഇപ്പം രണ്ട് അവതാരങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം, അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് അവതാരങ്ങളെ നമ്മൾ കലിയുഗത്തിലെ മനുഷ്യൻ സമീപിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഭഗവാൻ. അത് ഇത്രയും എഫക്റ്റീവായിട്ട് ഭഗവാൻ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ഓരോന്നും ഇഴകീറി നമുക്ക് മുന്നിൽ വെച്ച് തരികയാണ്. നമുക്കിനി സംശയമില്ല. സീതയെ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം തർക്കങ്ങളാണ്. രാമാവതാരത്തിനെതിരെയാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ പുതിയ വിദ്യാപണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ. കാട്ടിൽ ഉപേക്ഷിച്ച രാമനെയാണോ എന്നുള്ളത് എന്തെല്ലാം തർക്കം. നോക്ക്, അതാണ് ഭഗവാൻ ഇത് എത്ര വർഷം മുമ്പ് ഇത് പറഞ്ഞു വെച്ചതേ. നീയൊക്കെ കൂടെ കുറേ 100 വർഷം കഴിയുമ്പോൾ ഇതിനൊക്കെ കിടന്ന് തല തല്ലി കീറും. അതുകൊണ്ട് ദയവായി ഇതൊന്ന് കേൾക്ക് എന്ന് ബലരാമൻ്റെ അച്ഛനോടും മണിമല്ലികനോടും വേണുഗോപാലിനെ മുന്നിൽ നിർത്തി നമ്മോട് പറഞ്ഞു തന്നതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ സന്തോഷവാന്മാരാവും. ഇല്ലെങ്കിൽ നമ്മളും ഈ തർക്കത്തിലൊക്കെ പെട്ട് വശംവദരായി വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. ഏതായാലും ഭഗവാന്റെ ആ ജന്മതിഥിയിൽ ഇങ്ങനെ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയത് ഭഗവാന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.